വചനമൊഴി ആഗസ്റ്റ് 9. വചനഭാഗം യാക്കോബ് 2:1-8, ലൂക്കായുടെ സുവിശേഷം 14:15-24. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോയുടെ കൂടെ ഭക്ഷിച്ചുകൊണ്ടിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ അനുഗ്രഹീതൻ. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, ഒരിക്കൽ ഒരുവൻ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് നേരമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവുകൾ പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു, എനിക്ക് ഒഴിവു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ഏർ കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവു തരണമെന്ന് അപേക്ഷിക്കുന്നു. വേറൊരുവൻ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരമെല്ലാം അറിയിച്ചു. അപ്പോൾ ഗൃഹനാഥൻ ക്രുദ്ധനായി ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും പോകുക, ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടേക്ക് ആനയിക്കുക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ച പോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ വഴികളിലേക്കും ഇടവഴികളിലേക്കും പോകുക, എന്റെ വീട് നിറയേണ്ടതിന് അകത്തേക്ക് വരാൻ അവരെ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരാരും എന്റെ സദ്യ ആസ്വദിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഏത് നിമിഷവും വിരുന്നിലേക്ക് വരുവാൻ തയ്യാറായിരിക്കണം എന്ന കാര്യമാണ് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. മുൻകൂട്ടി വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായിരുന്നു, എന്നാൽ പലവിധ വ്യാപാരങ്ങളിൽ മുഴുകി അവർ വിരുന്നിന്റെ സമയത്ത് അതിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്തവരായി. വിരുന്നിന്റെ സമയത്ത് അതിൽ പ്രവേശിക്കാൻ തയ്യാറാകാതെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് വിരുന്നിൽ നിന്നും ഒഴിവാകുകയാണ്. ഈശോനാഥൻ തയ്യാറാക്കുന്ന വിരുന്നിലേക്ക് എല്ലാവരും ക്ഷണിക്കപ്പെടുന്നു. എന്നാൽ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അതിനുവേണ്ടി തയ്യാറായിരിക്കണം. ലോകത്തിൻ്റെതായ വ്യാപാരങ്ങളിൽ മുഴുകി ജീവിച്ച് വിരുന്ന് തയ്യാറായിരിക്കുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടസ്സമാകുവാൻ ലോകത്തിന്റെ വ്യാപാരങ്ങൾ ഇടവരുത്തരുത്. കർത്താവിന്റെ വിളി സ്വീകരിച്ച് വിളിക്ക് പ്രത്യുത്തരം നൽകി അവിടുത്തെ വിരുന്നിൽ പ്രവേശിക്കുവാനുള്ള ക്ഷണം കാത്തിരിക്കുകയാണ് വേണ്ടത്. ഈശോയിലൂടെ നമുക്ക് വിരുന്നിലേക്കുള്ള വിളി ലഭിച്ചിരിക്കുന്നു. വിരുന്നിന്റെ സമയമാവുമ്പോൾ വിരുന്നിൽ പ്രവേശിക്കുവാൻ യോഗ്യമാകത്തക്ക വിധം നമ്മുടെ അനുദിന ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും വിളിക്കപ്പെട്ട വിളിയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാനും ലൗകിക താല്പര്യങ്ങളുടെ പേരിൽ കർത്താവിന്റെ വിളിയിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനും നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.